പെട്രോൾ പമ്പിൽ പോയി മീറ്ററിലെ കുതിച്ചുയരുന്ന സംഖ്യകൾ കണ്ട് നെടുവീർപ്പിടുന്ന ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. എന്നാൽ ആ പ്രതിസന്ധിക്ക് വൈകാതെ ഒരു അവസാനം ഉണ്ടാകും. കാരണം കുറഞ്ഞ വിലയിൽ ഇന്ധനം ലഭ്യമാക്കാൻ രാജ്യത്തുടനീളം 5000 പുതിയ പമ്പുകൾ വരികയാണ്. വിദേശത്തു നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായി അടുത്ത 2 വർഷത്തിനുള്ളിൽ E100 ഫ്ലെക്സ് ഇന്ധനം ലഭ്യമാക്കുന്ന 5000 പമ്പുകൾ സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ഇതിലെ ആദ്യ ബാച്ചായ 150 പമ്പുകൾ അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ ഡൽഹി, മുംബൈ, പൂനെ, നാഗ്പൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കും. 6 മാസം മുതൽ ഒരു വർഷത്തിനിടയിൽ ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിലും ഫ്ലക്സ് ഇന്ധനം എത്തും. എന്താണ് ഈ ഫ്ലക്സ് ഫ്യൂവൽ എന്നല്ലേ? സാധാരണ പെട്രോളിന് പകരം പെട്രോളിനൊപ്പം നിശ്ചിത അനുപാതത്തിൽ എഥനോൾ അല്ലെങ്കിൽ മെഥനോൾ ചേർത്തുണ്ടാക്കുന്ന ഇന്ധനമാണിത്. വിലക്കുറവിനൊപ്പം പരിസ്ഥിതിക്കും ഇത് ഗുണം ചെയ്യും. ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങളുടെ പ്രോട്ടോടൈപ്പുകൾ മാരുതി സുസുക്കി, ഹ്യൂണ്ടായി, ടാറ്റ മോട്ടോഴ്സ്, ടൊയോട്ട, മഹീന്ദ്ര, ഹീറോ, TVS തുടങ്ങിയ മുൻനിര കമ്പനികളെല്ലാം ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധവും മറ്റ് അസ്ഥിരതകളും കാരണം ആഗോള ഇന്ധന വിതരണത്തിൽ വലിയ തടസ്സങ്ങളാണ് ലോകം നേരിടുന്നത്. 2026 സാമ്പത്തിക വർഷത്തിൽ മാത്രം 10.9 ലക്ഷം കോടി രൂപയാണ് നമ്മൾ ഇന്ധന ഇറക്കുമതിയായി ചെലവാക്കിയെന്ന് നോക്കണം. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലെ ഈ ഭീമമായിട്ടുള്ള തുക ലാഭിക്കാനും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഫ്ലക്സ് ഫ്യൂവൽ വ്യാപകമാകുന്നതോടെ സാധിക്കും. ചുരുക്കത്തിൽ രാജ്യത്തിന് വലിയ സാമ്പത്തിക ലാഭം, സാധാരണക്കാരന് കുറഞ്ഞ ചെലവിൽ ഇന്ധനം. വിദേശത്തെ യുദ്ധവാർത്തകൾ കണ്ട് ഇനി നമ്മൾ ഇന്ധന വിലയെ ഓർത്ത് പേടിക്കേണ്ടതില്ല എന്നർത്ഥം. പോക്കറ്റിലെ പണം ചോരാത്ത ഈ പുതിയ മാറ്റങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്.